ഇത്രയും സീരിയസ് ആയിട്ട് ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കുറെ നാൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നതല്ലേ. നൈറ്റ് പാർട്ടി എവിടെ വെക്കാന്നാ ഞങ്ങളുടെ ഡിസ്കഷൻ ഇപ്പോൾ. എങ്ങനെയെങ്കിലും ഒരു സ്ഥലം തീരുമാനമാക്കി അവിടെ പോയിരുന്ന് രാത്രി കുടിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ. ചില സമയം നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ വരെ നമുക്കെതിരായി മാറും. ഇതും അങ്ങനത്തെ ഒരു തീരുമാനമാണ്. Cheers. ആഫ്റ്റർ ഓൾ വെള്ളടിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും ദൂരം വരണോ? അയ്യോ, പോയ പ്രാവശ്യം നിങ്ങൾ വെള്ളം അടിച്ചിട്ട് കാണിച്ച പരിപാടിക്ക് നമ്മളിപ്പോ ഇത്രയും ദൂരം വന്ന് അലയുന്ന. തലയ്ക്ക് മത്ത് കയറുന്ന അളവിന് കുടിച്ചിട്ട് കാമുക്കി വിളിച്ചേ ഐ ലവ് യു മുത്തേ, ഐ മിസ് യു മുത്തേന്ന് സൊള്ളിക്കൊണ്ടിരുന്നതാ നീ. അങ്ങനെ തന്നെ അവിടുന്ന് ഒരു റെസ്പോൺസ്. കുടിച്ചോടാ വൃത്തികെട്ടവനെ ചോദിക്കുമ്പോഴാണ് ഇവൻ പൂസി ഫോൺ വിളിച്ചത് അവന്റെ കാമുകിക്കല്ല, അവളുടെ അപ്പനാന്ന്. ശരി, മതിയാക്ക്. എന്താ ജോക്കാ? മതി മതി. അന്ന് തൊട്ട് ഇവന്റെ അച്ഛൻ എന്റെ മേത്ത് ഒരു ചെറിയ നോട്ടം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ അച്ഛന്റെ കണ്ണി പെടാൻ പാടില്ലെന്ന് നമ്മൾ ഇത്രയും ദൂരം വരേണ്ട അവസ്ഥ. എടാ അജയ്, ബോറടിക്കുന്നു. എന്തെങ്കിലും ഹൊറർ സ്റ്റോറി ഉണ്ടെങ്കിൽ പറയടാ. ഡാ, സ്വസ്ഥമായി കുടിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാടാ ഹൊറർ സ്റ്റോറി? ഡാ, ചുറ്റും നോക്കിയേ, ഇരുട്ടല്ലാണ്ട് നിന്നെ കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതാ. നീ പറയടാ. അങ്ങനെയാണെങ്കിൽ ശരി, ഹൊറർ സ്റ്റോറിയാണ്, പക്ഷേ റിയൽ സ്റ്റോറിയാ. ഒരിക്കൽ നമ്മുടെ നാട്ടിൽ സത്യമായിട്ട് നടന്ന ഒരു കഥയാ. അത് ശരി, നിങ്ങളെല്ലാം ജിന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ജിന്നോ? ആ എടാ, എനിക്ക് അടിക്കുന്ന ജിന്നിനെ കുറിച്ച് അറിയാം. എടാ, ആ, ഈ അലാവുദ്ദീൻ സിനിമയിൽ വിളക്ക് തേച്ചു കൊടുക്കുമ്പോൾ വരില്ലേ, അതല്ലേ? അത് തന്നെ. പക്ഷേ സിനിമയിൽ കാണിക്കുന്ന അത്ര നല്ലതൊന്നും അല്ല അത്. ഒരു ക്ലാരിറ്റിക്ക് ആദ്യം തന്നെ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് പിന്നെ കഥയ്ക്കകത്ത് പോവാം. ഈ ഭൂഗോളത്തില് ജിന്നിനും ഒരു ജീവനുണ്ട്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അതിന്റെ കൂടെ തന്നെ ജിന്നിനെയും സൃഷ്ടിച്ചിരുന്നു. അത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പാരലൽ വേൾഡിലുണ്ട്. അതിന് നമ്മളെ കാണാൻ പറ്റും, പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റണമെങ്കിൽ അത് മനസ്സുകൊണ്ട് വിചാരിക്കണം. ജിന്നിന്റെ അടുത്ത് കുറച്ച് അത്ഭുത ശക്തികളുണ്ട്. അത് സാധാരണ മനുഷ്യരെക്കാളും പല ആവർത്തി കൂടുതലാണ്. അതിൻ്റെ ആവശ്യമനുസരിച്ച് മനുഷ്യരൂപത്തിലും അല്ലെങ്കിൽ മൃഗത്തിൻ്റെ രൂപത്തിലും ഉരുവെടുക്കും. പക്ഷേ ദൈവം ഇവർക്ക് കഠിനമായ നിബന്ധനകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ നിബന്ധന എന്താന്ന് വെച്ചാൽ, ഒരു ജിൻ മനുഷ്യരുമായി ഒരിക്കലും ശാരീരിക ബന്ധം പുലർത്തരുത്. അങ്ങനെ ചെയ്താൽ ദൈവം അവരെ ഒരിക്കലും ക്ഷമിക്കില്ല. അത് കാരണം ഈ ജിന്നുകൾ എപ്പോഴും നിബന്ധനയിൽ തന്നെയാണ്. കുറച്ച് വഴിമാറിപ്പോയ ജിന്നുകൾ ഈ നിബന്ധനകളുടെ അപ്പുറത്തേക്ക് പോകും. അങ്ങനെ ശാരീരിക താല്പര്യങ്ങൾ ഇഷ്ടമുള്ള ജിന്നുകൾ തനിയെ ഉള്ളവരെയാ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ നോക്കും. ഒരുപക്ഷെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ ആ ജിന്നിന്റെ കൺട്രോളിലായി പോവും. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ജിന്നിന്റെ കഥയാ കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ നമ്മുടെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ആദിലക്ഷ്മി ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞ് ഒരു ക്രാക്കർ കമ്പനി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ആദികേശവൻ. ഈ കമ്പനി അദ്ദേഹത്തിൻ്റെതാണ്. ചുറ്റിനും ഇരുട്ട് കണ്ട് ആശ്ചര്യപ്പെടണ്ട. സാധാരണ ഇങ്ങനത്തെ കമ്പനികളിൽ ഫയർ ആക്സിഡൻസിനുള്ള ചാൻസസ് കൂടുതല. അത് കാരണം എത്രയും കുറവ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നോ അത്രയും നല്ലത്.
സാറേ, ബാലചന്ദ്രൻ പുറത്ത് കാത്തു നിൽക്കുക. നടക്ക്. എന്താടാ, എന്തു പറ്റി? മോന്റെ കയ്യിലുള്ള ലെറ്റർ മേടിച്ച് വായിച്ച ആദികേശവന് മനസ്സിലായി തന്റെ ഭാര്യ ഓടിപ്പോയെന്ന്. സാറേ, നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടി പോയോ? പോയെന്നോ? ദിവസം തോറും അവന്റെ അച്ഛനെ കമ്പനിയിൽ സഹായിച്ച് അവന്റെ അമ്മയെ തന്നെ മറന്നു ബാലചന്ദർ. പക്ഷെ ആദികേശവൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ മറക്കാനായി വേറൊരു തീരുമാനമെടുത്തു. അപ്പോൾ ആദികേശവൻ ഉണ്ടായിരുന്ന ഗ്രാമത്തില് കഠിനമായ നിബന്ധനകൾ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യ ജീവനോടെ ഉള്ളപ്പോൾ മറ്റൊരു കല്യാണം കഴിക്കരുതെന്ന്. അങ്ങനെ കല്യാണം കഴിച്ചാൽ നാട്ടിൽ നിന്ന് തന്നെ നീക്കി വെക്കും. അത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഓടിപ്പോയ ദിവസം തന്നെ ഗ്രാമത്തിന്റെ വെളിയിൽ ഒരു വീട് കെട്ടി അവിടെ ഒരു സ്ത്രീയെ പൊറുപ്പിച്ചിരുന്നു ആദികേശവൻ. സാറേ, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. കാശി, ഇങ്ങോട്ട് വാ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? അതെ സാറേ. പിറന്നാൾ ആശംസകൾ. നന്ദിയുണ്ട് സാറേ. അവന്റെ അമ്മ ചെയ്ത കാര്യം കാരണം പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ കലിയായിരുന്നു ബാലചന്ദ്രന്. അങ്ങനെയുള്ള അവനെ നിർബന്ധിച്ച് ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ആദികേശവൻ. ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് നാട്ടിലുള്ള ആമ്പിള്ളേർക്ക് ഹരമായിരുന്നു. അതേപോലെ നാട്ടിലുള്ള സ്ത്രീകൾക്കും അവളുടെ സൗന്ദര്യം കണ്ട് അസൂയായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് അനാമിക. നീ നോക്കിയ അനാമിക, ഈ കല്യാണം ഇഷ്ടപ്രകാരമല്ല നടന്നത്. എൻ്റെ അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് നിന്റെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല. എന്നോട് ക്ഷമിക്കണം.